ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയുണ്ടായി, അല്ലേ നബിയെ, നാളെ താങ്കൾ എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വരണം. മാത്രമല്ല, ഞാൻ തരുന്ന ഭക്ഷണം താങ്കൾ കഴിക്കുകയും വേണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സമ്മതിക്കുകയുണ്ടായി. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനായി പുറപ്പെട്ടപ്പോൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വന്ന് തടയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്ന് താങ്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാനായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയുണ്ടായി. എന്നാലോ പിറ്റേ ദിവസം സുലൈമാൻ നബി അദ്ദേഹത്തിനെ കാണുകയുണ്ടായി. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായിലിനെ വിളിച്ചു ചോദിച്ചു, അസ്രായിലെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇന്നലെ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുമെന്ന്? എന്നിട്ട് ഇന്ന് ഞാൻ എന്താണ് ഈ കാണുന്നതെന്ന്? അപ്പോൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബിയോട് പറഞ്ഞു, അല്ല നബിയെ, ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം സുലൈമാൻ നബിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ വഴിയിലൂടെ ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വരികയുണ്ടായി. ആ സ്ത്രീ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിവിടെ കഴിക്കാനായിട്ടോ എനിക്കിവിടെ ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും കാണുമോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ടെന്ന്. കേട്ടപ്പോൾ അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മാറ്റി വെച്ച ഭക്ഷണമാണ് എടുത്ത് ആ വൃദ്ധയായ സ്ത്രീക്ക് കൊടുക്കുന്നത് പോലും. ബാക്കി മിച്ചം വന്ന ഭക്ഷണം ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അദ്ദേഹം പൊതിഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഒരു കാര്യം പറയുകയുണ്ടായി, അല്ലാഹു, എനിക്ക് ഭക്ഷണം തന്ന് സഹായിച്ച ഇദ്ദേഹത്തിന് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ, ഇദ്ദേഹത്തിന് നീ ദീർഘായുസ് കൊടുക്കണേ എന്ന്. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ആയുസ് നീട്ടിക്കൊടുക്കുകയുണ്ടായി. ഇതിലൂടെ മനസ്സിലാകുന്നത്, ദാനം അത് ഏത് വിപത്തിനെയും തടയും. ജീവിതത്തിൽ അനുഗ്രഹം വേണം, എന്നാൽ ദാനം ചെയ്യാൻ പഠിക്കണം.